ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവന വീട്ടിലെത്തിയ ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഗായത്രി പറയണ്, വല്യച്ഛനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മോഹനൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചത്, അതുകൊണ്ടല്ലേ മോളെ വിട്ടത് എന്നൊക്കെ പറയട്ടെ. എനിക്ക് എൻ്റെ മക്കളാണ് ഏറ്റവും പ്രിയപ്പെട്ടത്, അതിനുവേണ്ടി സ്വത്തുക്കളൊന്നും എനിക്ക് വേണ്ട, ഞാൻ അത് അവന് എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞതല്ലേ, അത് ഞാൻ അങ്ങ് കൊടുത്തോളാം, അവൻ അത് കൊണ്ടുപോയി തൊലയട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണ, അതൊന്നുമല്ല അമ്മ. നിൽക്കുന്ന വല്യച്ഛൻ ACPയുടെ കാലിൽ വീണും എന്നെ വിട്ടയക്കാൻ വേണ്ടി കെഞ്ചുകയായിരുന്നു. അത് കണ്ടപ്പോൾ അതെനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അത് കേട്ടപ്പോൾ ഗായത്രി അടക്കം എല്ലാവരും ഒന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് ജാനകി ഇങ്ങനെ വിജയപത്മനെ നോക്കുകയാണ്. അപ്പോൾ വിജയപത്മൻ പറയണ, നീ ഗർഭിണിയായ നീ ഒരിക്കലും ഒരു രാത്രി പോലും ലോക്കപ്പിൽ കഴിയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു മോളെ എന്ന് പറയട്ടോ. അപ്പോൾ എല്ലാവരും നല്ല സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ വിജയപത്മൻ അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോഴാണ് മായയുടെ കണ്ണിൽ വിജയപത്മൻ്റെ കാലിൽ നിന്ന് മുറിവായിട്ട് രക്തം പോകുന്നത് കാണുന്നത്. വിജയപത്മൻ നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ രക്തമുണ്ടാവും കേട്ടോ. അപ്പോൾ ജാനകി, അയ്യോ പപ്പേട്ട ചോര എന്ന് പറയണ്. അപ്പോൾ ഗായത്രിയും പറയണ്, അയ്യോ ഏട്ടാ എന്തു പറ്റി എന്നങ്ങ് ചോദിക്കാം കേട്ടോ. എന്നിട്ട് എല്ലാവരും കൂടി വിജയപത്മനെ സോഫയിൽ ഇരുത്താണ്. അപ്പോഴത്തേക്കും സേതു ഭാവനയോട് പറയണേ, മോളെ നീ പെട്ടെന്ന് ശരിയാക്കി കൊടുക്ക് എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണേ, ഇത് മതി പോയിസൺ കയറാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഭാവന പെട്ടെന്ന് തന്നെ അതൊക്കെ ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഭാവനയുടെ ആ വെപ്രാളവും പരിഭ്രമവും ഒക്കെ കാണുന്ന സമയത്ത് വിജയപത്മൻ തന്നെ ഭാവനയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. ഭാവനയുടെ ആ കരുതലും സ്നേഹമൊക്കെ കാണുന്ന സമയത്ത് അപ്പോൾ ഇതെങ്ങനെ പറ്റി എന്ന് ചോദിക്കുമ്പോൾ വിജയപത്മൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ACPയുടെ കാലിൽ പിടിക്കുന്ന സമയത്ത് ACP എന്നെ മാറ്റിയ സമയത്ത് അവിടെയുള്ള കസേരയിൽ കാല് തട്ടിയതാണെന്ന് തോന്നുന്നു എന്ന് പറയട്ടെ. നിങ്ങളിങ്ങനെ ടെൻഷൻ ആവുന്നില്ല, എനിക്കിങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ. അപ്പോൾ ചെയ്ത് പറയണേ, മായ ഇനി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വായോ എന്ന് പറഞ്ഞ് വിജയപത്മന് വെള്ളമൊക്കെ കുടിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി വെപ്രാളം പിടിച്ച് പരിഭ്രമത്തോടു കൂടിയും ടെൻഷനോട് കൂടിയിട്ടാണ് വിജയപത്മന് കാലിലെ മുറിവൊക്കെ തുടച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഭാവന കരഞ്ഞുകൊണ്ടാണ് കേട്ടോ വിജയപത്മൻ്റെ കാലിലെ മുറിവൊക്കെ തുടച്ചു കൊടുക്കുന്നത്. അപ്പോഴൊക്കെ വിജയപത്മൻ ഭാവനയെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഭാവനയുടെ സ്നേഹം കാണുന്ന സമയത്ത് വിജയപത്മൻ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ആ നിമിഷം ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. വല്ലാത്തൊരു പ്രതിസന്ധി വന്ന സമയത്ത് അപ്പോഴും എനിക്ക് താങ്ങും തണലുമായി നിന്നത് എൻ്റെ ഭാവനയാണ്, അല്ലാതെ എൻ്റെ സ്വന്തം മക്കളല്ല എന്നിങ്ങനെ വിജയപത്മൻ ആ സമയത്ത് ചിന്തിക്കുകയാണ്. അങ്ങനെ ഭാവന കരഞ്ഞുകൊണ്ട് വിജയപത്മൻ്റെ കാലിൽ മുറിവൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിജയപത്മൻ അവിടെ നിന്ന് എണീക്കുന്ന സമയത്ത് എല്ലാവരും തടയാണ്, വേണ്ട അവിടെ ഇരുന്നോളൂ എന്ന് പറയുമ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയണേ. അങ്ങനെ ഭാവന വല്യച്ഛ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന സമയത്ത് വിജയപത്മൻ ഭാവനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ വിജയപത്മൻ ഭാവനയുടെ ആ കരുതലും സ്നേഹവും കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാം കേട്ടോ. അങ്ങനെ വിജയപത്മനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭാവന പൊട്ടിക്കരയാണ്. ഈ സമയത്ത് ഗായത്രി സന്തോഷവും സങ്കടത്തോടു കൂടിയിട്ട് അവരെ നോക്കുന്ന സമയത്ത് ജാനകി ഗായത്രിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഗായത്രിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജാനകിയും പൊട്ടിക്കരയാണ് കേട്ടോ. അവരുടെ സ്നേഹവും ഒത്തൊരുമയും എല്ലാം വന്നത് ഭാവന കാരണമാണെന്ന് ആ നിമിഷം എല്ലാവർക്കും മനസ്സിലാവുകയാണ്. പിന്നീട് സൂര്യ വീട്ടിലെത്തിയ ശേഷം അപ്പോൾ ജയനിർമ്മല, സൂര്യ നീ എവിടെ നിന്ന് വരികയാണെന്ന് ചോദിക്കുമ്പോൾ സൂര്യയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. അമ്മ എല്ലാ കാര്യം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചോദിക്കുകയാണെന്ന് മനസ്സിലാവുമ്പോൾ, അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്, അമ്മയ്ക്ക് അറിയാവുന്നത് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതേടാ എനിക്കറിയാം, എന്നാലും നീ പറ എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റേഷനിൽ നിന്നും വരുന്നു. ജയനിർമ്മല പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാണ്, അതേടാ ഇത് തന്നെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം, എന്താണാവോ അവളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയാണ്, എനിക്കറിയില്ല അമ്മേ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നെറികേട് ആര് കാണിച്ചാലും അവരെ അടിക്കുമെന്നുള്ളത് അമ്മയോട് ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്കറിയാലോ എന്ന് ചോദിക്കുമ്പോൾ ജയനിർമ്മല പെട്ടെന്ന് ഭാവന അടിച്ചിരുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച്, ആ ഒരു ദിവസത്തെക്കുറിച്ച് ഇങ്ങനെ ഓർക്കണം. അപ്പോൾ ജയനിർമ്മല കവളിങ്ങനെ തടവ് കേട്ടോ. അപ്പോൾ സൂര്യ പറയണേ, എന്താമ്മേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയനിർമ്മല ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ദേവൻ വരുന്നത്. എന്നിട്ട് ദേവൻ സൂര്യയോട് പറയണ, ദേ സൂര്യ, ആ അജയൻ വന്നിട്ട് എന്തൊക്കെയോ നിൻ്റെ അമ്മയോട് കുറച്ച് എരിവും പുളിയും കൂട്ടി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ദേഷ്യത്തിലാണ്. അപ്പോൾ ജയനിർമ്മല പറയണേ, സൂര്യ ഇനിയിപ്പോൾ ഭാവനയെ അവിടെ നിർത്തണ്ട, അവളെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അമ്മ ഒന്ന് സമാധാനപ്പെട്, ഭാനുവിൻ്റെ പ്രശ്നത്തിലാണ് അവരെല്ലാവരും, ആ ടെൻഷനിലാണ്, അതുകൊണ്ട് അമ്മയൊന്ന് സമാധാനപ്പെടുക എന്ന് പറയുമ്പോൾ എന്തിൻ്റെ പ്രശ്നമായാലും എന്തിൻ്റെ പേരിലായാലും ഇനി ഭാവന അവിടെ നിൽക്കില്ല, അവളെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരണം, അവളുടെ ഈ എടുത്തുചാട്ടം കൊണ്ട് ഇപ്പോൾ ജയിലിൽ വരെ കയറേണ്ടി വന്നില്ലേ, ഇനിയിപ്പോൾ നിൻ്റെ കുഞ്ഞിനെ കാണാൻ നീ ജയിലിൽ പോവേണ്ടി വരും, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ട് ഇനി ഭാവന അവിടെ നിൽക്കണ്ട. ദേവൻ പറയണേ, ജയെ അവളിപ്പോൾ വീട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് നീ ഇങ്ങനെ ധൃതി വെക്കൊന്നും വേണ്ട, ഭാവന എന്തായാലും ഈ വീട്ടിലേക്ക് തന്നെ വരും, നീ ഒന്ന് സമാധാനപ്പെടുക എന്ന് പറയുമ്പോഴാണ് കേട്ടോ ജയനിർമ്മല അകത്തേക്ക് പോകുന്നത്. അങ്ങനെ സൂര്യയോട് ദേവൻ ചോദിക്കണേ, എന്താടാ ഇതൊക്കെ? അപ്പോൾ സൂര്യദേവന്റെ മുന്നിൽ എല്ലാ കാര്യവും തുറന്നു പറയാണ്.
ഭാനുവിനെ ആ ജയേഷ് ചതിക്കാൻ നോക്കിയതാണ് അച്ഛ, അതുകൊണ്ടാണ് ഭാവന അവനെ പോയി തല്ലിയത് എന്ന് പറഞ്ഞ് ഉണ്ടായ കാര്യങ്ങളൊക്കെ ദേവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സൂര്യ പറയണേ എനിക്ക് അവളെ മനസ്സിലാകുന്നില്ല അച്ഛ എന്ന് പറയുമ്പോൾ അവളാണ് പെൺകുട്ടി, പ്രതികരിക്കേണ്ടോടത്ത് അവൾ പ്രതികരിക്കും എന്ന് പറയട്ടോ. അങ്ങനെ സൂര്യ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ ദേവൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തൊരു കഷ്ടമാണിത്. പിന്നീട് ഭാവന കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആ ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അവിടേക്ക് ഭരത് വരുന്നത്. എന്നിട്ട് ഭരത് ചേച്ചി എന്ന് പറഞ്ഞ് ഭാവനയുടെ തൊട്ടടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭാവനയോട് പറയണേ, കൈ പിടിച്ചുകൊണ്ട് പറയണേ, ചേച്ചി ഈ പാപിയോട് പൊറുക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഭരത് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ ചെയ്തത് നിന്റെ ജോലിയാണ്, അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഞാനും സൂര്യയും ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ല. പിന്നെ ഈ വീട്ടിലുള്ളവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഈ വീട്ടിലുള്ളവർ ആരും നിന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴാണ് അവിടേക്ക് ഗായത്രി ഇത് കേട്ടോണ്ട് വരുന്നത്. എന്നിട്ട് ഗായത്രി പറയണേ, ആര് കുറ്റപ്പെടുത്തിയില്ലെങ്കിലും ഞാൻ കുറ്റപ്പെടുത്തും. എന്നോട് ഇവൻ ചെയ്തതിന് ഞാൻ ഉറപ്പായും ഇവനെ കുറ്റപ്പെടുത്തും എന്ന് പറയുമ്പോൾ അമ്മ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? തീരെ വിവരമില്ലാത്തവരെ പോലെ സംസാരിക്കല്ലേ. ഇവൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഇവൻ ഇവൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. പിന്നെ സ്റ്റേഷനിൽ നിന്നും ഭരത്തിൻ്റെ ചേച്ചി ആയതുകൊണ്ട് എന്നോട് ആരും അപമര്യാദമായിട്ട് പെരുമാറിയിട്ടില്ല. നിയമത്തിൻ്റെ എല്ലാ ആനുകൂല്യവും നമുക്ക് കിട്ടുകയല്ലേ ചെയ്തത്. പിന്നെ ഞങ്ങളല്ലേ ആദ്യം ഭരത്തിനോട് ദേഷ്യപ്പെടേണ്ടതും അവനോട് പിണങ്ങേണ്ടതും. എനിക്കും സൂര്യയ്ക്കും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ കുറ്റം ചെയ്തത് കൊണ്ടാണ് ഇവൻ എന്നെ കസ്റ്റഡിയിലെടുത്തത്. എന്നിട്ട് ഭരത് പറയണ, അമ്മേ ഞാൻ പറഞ്ഞാൽ അമ്മ വിശ്വസിക്കില്ല, പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്ക് അറിയില്ലായിരുന്നു ചേച്ചിയാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്ന്. എന്നോട് ACP വന്ന് പറഞ്ഞു ഒരു ലേഡിയെ കസ്റ്റഡിയിലെടുക്കാനുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ആ ലേഡി ചേച്ചിയാണെന്ന് മനസ്സിലായത്. ഭാവന പറയണ, അമ്മ കേട്ടില്ലേ അവൻ പറഞ്ഞത്, അതുകൊണ്ട് ഇനി ഇവിടെ ആരും അവനെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയട്ടോ. എന്നിട്ട് ഭരത്തിനോട് പറയണേ, നീ ആരുടെ മുന്നിലും നിന്റെ നട്ടെല്ല് വളക്കരുത്. അങ്ങനെ ആയിരിക്കണം, നീ സത്യസന്ധമായിട്ടാവണം നീ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നീ എപ്പോഴും ഒരു നീതിമാനായ ഓഫീസർ ആയിരിക്കുമെന്ന്. എന്നിട്ട് ഭരത് പോയി കഴിഞ്ഞ ശേഷം ഗായത്രിയോട് ഭാവന പറയാണ്, അമ്മ കണ്ടില്ലേ, ഇപ്പോൾ അവൻ ഇങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ എല്ലാവരുടെയും മുന്നിൽ ഒരു വെറുക്കുന്ന പോലീസുകാരനായി മാറിയേനെ. ഇനി അമ്മ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ ഗായത്രി പറയണേ, എനിക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ ഒരു കാര്യം, നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞ് ഗായത്രി പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഭാനു അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയണേ, ചേച്ചി ഞാൻ ഇന്ന് ചേച്ചിയുടെ കൂടെ കിടന്നോട്ടെ, എനിക്ക് എന്താണെന്നറിയില്ല വല്ലാത്തൊരു പേടി തോന്നുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു മോളെ, നീ എങ്ങാനും മനസ്സ് കൈവിട്ടു പോകുമോ എനിക്ക് തോന്നിയിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള രഹസ്യം എനിക്ക് ആരോടും പറയാൻ കഴിയാതെ വീർപ്പ് മുട്ടുകയായിരുന്നു ചേച്ചി ഞാൻ. ഭാവന പറയണേ, നിന്റെ മനസ്സ് കൈവിട്ടാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിന്നെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുള്ള ചിന്ത. പക്ഷേ ഇനി എന്ത് വന്നാലും നിന്നെ അവന് ഞാൻ വിവാഹം ചെയ്തു കൊടുക്കില്ല. അവൻ പല തെളിവുമായി വന്നാലും നീ പതറരുത്. ഇനി അവനെ സൂക്ഷിക്കണം. അവൻ്റെ അടുത്ത നീക്കം എന്താണെന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവന് നിന്നെ കൊടുക്കുന്നതിലും ഭേദം നിന്നെ നടുക്കടലിൽ കൊണ്ടുപോയിടുന്നതാണ് നല്ലതെന്ന് അമ്മ പറഞ്ഞില്ല, അത് ശരിയാണ്. അതുകൊണ്ട് പല അടവുമായിട്ട് അവൻ ഇനിയും വരും. നീ ഒന്ന് സൂക്ഷിക്കണം മോളെ എന്ന് പറയുമ്പോൾ ഇനി അവൻ എന്ത് വന്നാലും എനിക്കൊരു പേടിയുമില്ല ചേച്ചി, എൻ്റെ കൂടെ എൻ്റെ ചേച്ചി ഉണ്ടല്ലോ. എനിക്കും ചേച്ചിയല്ല അവനെ അടിക്കേണ്ടിയിരുന്നത്, ഞാനായിരുന്നു. ഞാൻ അവൻ്റെ വീട് കയറി അടിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ എങ്കിൽ ചേച്ചി നിന്നെ അഭിനന്ദിക്കുമായിരുന്നു. നീ മറന്നേക്ക്. ഇനി നന്നായിട്ട് തന്നെ മോള് പഠിക്കണം. പഠിത്തത്തിൽ മാത്രമായിരിക്കണം നിന്റെ ശ്രദ്ധ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ദേവൻ ജയനിർമ്മലയെ അവിടെയൊക്കെ തിരയാട്ടോ. അവിടെ ജയനിർമ്മല ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ സൂര്യ താഴേക്ക് വരുന്ന സമയത്ത് നിന്റെ അമ്മ എവിടേക്കാണാവോ പോയത്, ആരോടും പറയാതെയാണ് പോയത് എന്ന് പറയട്ടോ. അങ്ങനെ എല്ലാവരും വെപ്രാളത്തോടു കൂടി അവിടെയൊക്കെ തിരയാണ്. ആൻറ്റി ഫോൺ എടുത്തിട്ടില്ല എന്ന് മാനസ പറയാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് പറയട്ടോ. അങ്ങനെ സൂര്യ അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ മാനസ പറയണ, എങ്കിൽ ഞാൻ കൂടി വരാം എന്ന് പറയുമ്പോൾ സൂര്യ വേണ്ട, നീ ഇവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞ് സൂര്യ തനിച്ചു പോവാട്ടോ. അപ്പോൾ ദേവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആരോടും പറയാതെ ഇപ്പോൾ ജയ എവിടേക്കാവും പോയിട്ടുണ്ടാവോ ഒക്കെ ചിന്തിക്കാൻ കേട്ടോ. പിന്നീട് ഗായത്രി പുറത്തേക്ക് വരുന്ന സമയത്താണ് അവിടെ ജയ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ഗായത്രി ചോദിക്കുകയാണ്, എപ്പോഴാണ് ജയ നീ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ചു നേരമായി. അപ്പോൾ പിന്നെ എന്താ വിളിക്കാത്തത്, വിളിച്ചാൽ മതിയായിരുന്നില്ലേ, ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി. എൻ്റെ മരുമോൾ അവിടെ, അവൾ എണീറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ മായ പുറത്തേക്ക് വന്ന് പറയണം, ആ ഭാവന അവിടെയുണ്ട്, ഭാവനയെ കാണാൻ വേണ്ടി വന്നതാണ്, ചില കാര്യങ്ങൾ അവളോട് സംസാരിക്കാനുമുണ്ട് തീരുമാനിക്കാനുമുണ്ട്, അകത്തേക്ക് കയറാമോ. അപ്പോൾ ഗായത്രി എന്താ ജയ ഇത്, പുതിയ ആളെ പോലെ, ഇവിടെ ആർക്കും വിലക്കൊന്നുമില്ല. ജയ അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം ഗായത്രി ദേഷ്യം പിടിച്ചിട്ട്, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്, എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് വയ്യ എന്ന് പറയട്ടോ. അപ്പോൾ മായ പറയണേ, ഇവർക്കെന്താ തലക്ക് സുഖമില്ലേ, ആർക്കറിയാം, എന്തായാലും വരവിന്റെ ഉദ്ദേശം ഭാവനയോട് ഉടക്കാൻ തന്നെ ആയിരിക്കും എന്ന് പറയട്ടോ. അപ്പോൾ മായ പറയണേ, എങ്കിൽ ഭാവനയുടെ വായിലിരിക്കുന്നത് കേൾക്കും
കേൾക്കേണ്ടി വരും. അങ്ങനെ ജയ ഭാനുവിനെ കാണുന്ന സമയത്ത് ആ കൊള്ളാം, നീ ഇതിനൊക്കെയാണോ കോളേജിൽ പോകുന്നത് എന്ന് ചോദിക്കാട്ടോ. എവിടെയും നിങ്ങളെ താങ്ങി പിടിക്കാൻ ഭാവനയുണ്ടല്ലോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഭാവന അത് കേട്ടുകൊണ്ട് വരികയാണ്. ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ ഭാവനെ, എന്നെ രാവിലെ തന്നെ നീ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിക്കാട്ടോ. അല്ല എന്താ ആൻറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാവനയുടെ കഴുത്തിൽ കിടക്കുന്ന താലി പൊക്കി പിടിച്ചുകൊണ്ട് പറയാണ്, ഇതെന്താണ് ഭാവനെ, അതെന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. താലിമാല ആര് കെട്ടിയ താലിമാലയാണ് ഇത് എന്ന് ചോദിക്കുമ്പോൾ സൂര്യ എന്ന് പറയാട്ടോ. അപ്പോൾ സേതു പറയണം, ആൻറ്റി എന്താ രാവിലെ തന്നെ ഭാവനയ്ക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സേതുവിനോട് സംസാരിച്ചില്ല. അപ്പോൾ ഭാവന, ആൻറ്റി എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നോട് ആദ്യം സംസാരിക്കട്ടെ, ഞാൻ നിന്റെ ആരാണ്? നീ എൻ്റെ മരുമകളാണല്ലോ. അതെ, അതിലെന്താ എത്ര സംശയം എന്ന് ചോദിക്കുമ്പോൾ ജയനിർമ്മല പറയണം, അതെ എനിക്ക് സംശയമുണ്ട്. എൻ്റെ മരുമകളെ എൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്, അല്ലാതെ സ്വന്തം വീട്ടിലല്ല എന്ന് പറയട്ടോ. അപ്പോൾ ഗായത്രി പറയണേ, എന്താ ജയ ഇങ്ങനെയൊക്കെ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? ഭാവന ഇനി പ്രസവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാനസയ്ക്കൊപ്പം ചേർന്ന് ഇവർക്കൊരു കുഞ്ഞിനെ കൊടുക്കാം എന്ന് ഉദ്ദേശിച്ചത്. ഭാവന ഗർഭിണിയായപ്പോൾ ഇപ്പോൾ ആ കുഞ്ഞിനെ ആർക്കും വേണ്ട. പക്ഷെ എനിക്ക് അക്കാര്യത്തിൽ ഒരു വിശ്വാസക്കുറവുമില്ല. നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിലും ശരി, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ? പക്ഷെ ഇവിടെ നിന്റെ അവസ്ഥ എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി തല്ലുണ്ടാക്കുന്നു, വീട് കയറി ആക്രമിക്കുന്നു, എന്തൊക്കെയാണ് നീ ചെയ്യുന്നത്? എന്നിട്ട് നീ സ്റ്റേഷനിലും കയറി. നീ എന്താ സേതു ആവാൻ ശ്രമിക്കുകയാണോ? ഇഷ്ടപ്പെട്ട് നീ പഠിപ്പിച്ച നിന്റെ അനിയൻ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടില്ലേ? ഒരു ഗതികേട് ലോകത്തിലെ ഏതെങ്കിലും സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ഗായത്രിയുടെ മുഖത്ത് നോക്കി പറയണ, സ്വന്തം മകളുടെ ചെലവിൽ ഈ കുടുംബം കുറെ കാലം നീ കൊണ്ടുപോയി, ഇനിയെങ്കിലും നിനക്ക് ഇവളെ ഒന്ന് വെറുതെ വിട്ടൂടെ? മായ ചോദിക്കുകയാണ്, എന്താ ആന്റി ഈ പറയുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? നീയും നിന്റെ സേതു അടക്കം ഈ കുടുംബത്തിലെ എല്ലാവരും ഇവളുടെ ചെലവിലല്ലേ ജീവിച്ചിരുന്നത്? സേതു ചോദിക്കുകയാണ്, ആന്റി എന്താ കണക്കെടുക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഭാവന ചോദിക്കുകയാണ്, ആന്റി എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? എന്നെ കൊണ്ട് മറ്റു ചിലത് പറയിപ്പിക്കാതെ നീ എന്റെ കൂടെ ഇറങ്ങി വാ ഭാവന എന്ന് പറയട്ടോ. അപ്പോ ഗായത്രി ഭാവനയുടെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അമ്മ എന്ന് പറയുമ്പോൾ, നീ ഇങ്ങോട്ട് വായ, ഞാൻ നിന്നോടൊരു കാര്യം പറയാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ജയ പറയണ, ഇതിപ്പോ എന്റെ വായ അടപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഗായത്രിയും ഭാവനയും മായയും ഒക്കെ ഇങ്ങനെ ജയനിർമ്മലയുടെ സംസാരം കേട്ടിട്ട് ദേഷ്യം അടക്കി പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഭാവനയെ പിടിച്ചു പിടിയാലെ ഭാവനയെ കയ്യോടെ കൊണ്ടുപോവാണ് ജയനിർമ്മല വീട്ടിലേക്ക്. ഗായത്രി ഭാവനയെ മാറ്റി നിർത്തിട്ട് സംസാരിക്കുന്നുണ്ട്. ജയ ഇവിടെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നത് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഓർത്തിട്ടാണ്, അവളെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാതെ നീ സൂര്യയുടെ വീട്ടിലേക്ക് പോയിക്കോ മോളെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗായത്രി ഭാവനയെ ഉപദേശിക്കുന്നത്. അങ്ങനെ ഭാവന ജയനിർമ്മലയുടെ ഒപ്പം സൂര്യയുടെ വീട്ടിലേക്ക് ചെല്ലാണ്ടോ. അപ്പോൾ അവിടെ ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് അവിടെ ഉമ്മറത്ത് തന്നെ ജാനകി ബാഗുമായിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകിയെ കാണുമ്പോൾ ജയനിർമ്മല തന്നെ അന്തം വിട്ടിട്ടാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഭാവനയെ അതിശയിച്ച് നിൽക്കാണ്, വലിയമ്മ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ജാനകി വീണ്ടും ഭാവനയെ സംരക്ഷിക്കാൻ വേണ്ടി സൂര്യയുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഭാവന ജാനകിയോട് പറയണം, സുനിൽ എന്ത് ചെയ്തിട്ടും ഇവിടെ നിന്നും പോകുന്നില്ല വല്യമ്മേ എന്ന് പറയുമ്പോൾ ജാനകി പറയണേ, സുനിലും മാനസയും കൂടി ചേർന്ന് കളിക്കുന്ന കളിയാണ് മോളെ ഇത്. അവരുടെ മനസ്സിൽ മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ട്. എന്ത് തന്നെ ലക്ഷ്യമായാലും അത് നമ്മൾ കണ്ടുപിടിക്കും എന്ന് ജാനകി ഭാവനയോട് പറയട്ടോ. പിന്നീട് സൂര്യ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഭാവന സൂര്യയെ കാണുമ്പോൾ ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, നീ ഇവിടേക്ക് വരുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു പേടി, നിനക്കും നമ്മുടെ കുഞ്ഞിനും ഒരു അപകടവും വരരുത്. അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവരാതിരുന്നത്. എന്തായാലും ഇപ്പോൾ വല്യമ്മ കൂടെ ഉള്ളത് തന്നെ വലിയ ഒരു ആശ്വാസമാണ്. അതുകൊണ്ട് ഈ നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും വല്യമ്മ തന്നെ സംരക്ഷിച്ചോളും ഭാവനയോട് സൂര്യ പറയാണ്. ഇനി ജാനകി തന്നെ സുനിലിൻ്റെയും മാനസയുടെയും എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒരുങ്ങണം.